എല്ലാവർക്കും ഈസി ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റാണ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് എൻ അംബ്രല്ല ഫോർ ഓൾ. ഇനി ആദ്യമായിട്ട് ഈസി ഇംഗ്ലീഷ് കാണുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാണ്, 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് വളരെ സിമ്പിളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെ എല്ലാ ക്ലാസ്സിനും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2ാം ക്ലാസ്സിലെ ക്ലാസ്സുകളാണ് വേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാ ക്ലാസ്സുകളും അവിടെ കിട്ടും. സോ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവുന്ന ഒരു യൂട്യൂബ് ചാനലായിരിക്കും, യാതൊരു സംശയത്തിലും വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. സോ നമ്മുടെ 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് എൻ അംബ്രല്ല ഫോർ ഓൾ, എല്ലാവർക്കും ഒരു കുട. അംബ്രല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കുട, എല്ലാവർക്കും ഒരേ ഒരു കുട. സോ ഏതാണ് ആ കുട? ഈ കാണുന്ന മഷ്റൂം, അതല്ലെങ്കിൽ കൂൺ എന്ന് പറയില്ലേ, സോ അതാണ് മഷ്റൂം. സോ ഇതാണ് എല്ലാവർക്കും ഉള്ള കൂടെ കേട്ടോ. അപ്പോൾ ഇതിന് താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ കാണാം? ഒരു മൗസിനെ കാണാം, ഒരു സ്പാരോ, ഒരു കുരുവിയെ കാണാം, ഒരു ഉറുമ്പുണ്ട് അല്ലേ, ആൻഡ് റാബിറ്റ് ഉണ്ട്, ഒരു ബട്ടർഫ്ലൈനെ അവിടെ കാണാം, അതുപോലെ തന്നെ മുകളിൽ ഒരു ഫ്രോഗിനെയും കാണാം. അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഏറ്റവും ടോപ്പിലുള്ള ഭാഗം വായിക്കുന്നു. ലെറ്റ്സ് റീഡ് ആ ഭാഗം. എ സ്മോൾ ആൻഡ്, സ്മാൾ എന്ന് വായിക്കരുത് കേട്ടോ, സ്മോൾ ആണേ. സ്മോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, ഒരു കുഞ്ഞുറുമ്പ്, ചെറിയ ഉറുമ്പ്. വാസ് സെർച്ചിങ് ഫോർ ഫുഡ്, ഭക്ഷണം അതിങ്ങനെ തേടി പോവാണ്, തേടി നടക്കണം, സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ വായിച്ച് നോക്ക്, ഫുഡ് എന്നല്ലേ, അത് ലോങ് വവ്വല കേട്ടോ. ഫുഡ് എന്ന് പറയരുത്, അത് മലയാളമാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ മലയാളം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെ പറയണം? ഫുഡ് എന്ന് ലോങ് വവ്വലായിട്ട് പറയണം. ഓക്കെ, സോ എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്, ഭക്ഷണം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഒരു കുഞ്ഞു ഉറുമ്പ്. സഡൻലി, പെട്ടെന്ന്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് മഴ പെയ്തു എന്ന് പറയാം? ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, അല്ലെങ്കിൽ ഇറ്റ് റെയിൻഡ് എന്നും പറയാം, പല രീതിയിൽ പറയാം കേട്ടോ. ഇനി ഉറുമ്പ് പറയാം, ഐ ആം ഓൾ വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു എന്നാണ് അർത്ഥം. കണ്ടോ, ഞാൻ വായിച്ചത് ഓൽ എന്നാണ് അല്ലേ. ആളെന്ന് പല ആൾക്കാരും വായിക്കാറില്ലേ, പക്ഷെ തെറ്റാണ്. ആളെന്ന് വായിക്കരുത്, ഓൽ എന്നാണ് വായിക്കുക. ALL എങ്ങനെ വായിക്കുക? ഓൾ. സോ ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുക, വേർ ഷാൽ ഐ ഫൈൻഡ് ഷെൽട്ടർ, എനിക്ക് എവിടെയാണ് ഒരു ഷെൽട്ടർ, ഒരു മാറി നിൽക്കാനുള്ള ഒരു ഒഴിഞ്ഞ ഇടം എവിടെയാണ് എനിക്ക് കിട്ടുക? ദി ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ദി ആൻഡ് ലുക്ക്ഡ്, ചുറ്റും നോക്കി. ലുക്ക്ഡ് എന്ന് പറയരുതേ, ലുക്ക്ഡ്. കണ്ടോ, അവസാനം ട് സൗണ്ടാണ് വരിക, നമ്മുടെ ടീലെ ട് ഇല്ലേ, ആ സൗണ്ടാണ് വരിക. അത് ഇംഗ്ലീഷിലെ ഒരു രീതിയാണ് കേട്ടോ. സോ ലുക്ക്ഡ് എറൗണ്ട്, ചുറ്റും നോക്കി, എവിടെ കിട്ടും എനിക്കൊരു മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒഴിഞ്ഞ ഇടം. ഇവിടെ ചോദ്യമുണ്ട്, ഇത് കുട്ടികളോടുള്ള ചോദ്യമാണ്. അപ്പോൾ രക്ഷിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. അതിൽ പലതിനും ആൻസർ അവർക്ക് പറയാൻ കഴിഞ്ഞോളണമെന്നില്ല, അല്ലെങ്കിൽ അത് പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, അവർക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കഥ പോകുന്ന രീതിയിൽ തന്നെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ. വേർ വിൽ ദി ആൻഡ് ഗെറ്റ് ഷെൽട്ടർ, എവിടെയാണ് ഇനി ആൻറ്റണി ഷെൽട്ടർ, ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടുക? അവന് അഭയസ്ഥാനം, അഭയം കേന്ദ്രം, ഒക്കെ ഷെൽട്ടർ പറയട്ടോ, അവന് എവിടെ കിട്ടുക? ഇനി നെക്സ്റ്റ് പേജിൽ നോക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുന്നു. ദി ജെൻറ്റിൽ റെയിൻ ടേൺഡ് ഇൻ ടു എ ഹെവി ഷവർ. ജെൻറ്റിൽ റെയിൻ എന്ന് പറഞ്ഞാൽ മൃദുവായ മഴ, മൃദുവായ മഴ, ചെറിയ മഴ. ടേൺഡ് ഇൻ ടു, അത് മാറി. എ ഹെവി ഷവർ, വലിയൊരു കനത്ത മഴയായിട്ട് മാറി. ദി ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്, ഉറുമ്പ് വേഗത്തിൽ നടന്നു. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, വാക്ക്ഡ് എന്ന് പറഞ്ഞാൽ നടന്നു. വാക്ക്ഡ് എന്ന് പറയരുത്, വാക്ക്ഡ്, നടന്നു, വേഗത്തിൽ നടന്നു. ഫാർ അവേ, അകലെ. ഹീ സോ സംതിങ്, ഹീ അവൻ. സോ എന്ന് പറഞ്ഞാൽ കണ്ടു, സംതിങ് എന്തോ ഒന്ന്, അങ്ങ് അകലെ എന്തോ ഒന്ന് ഈ ഉറുമ്പ് കണ്ടു. അപ്പോൾ താഴെ ചോദ്യമുണ്ട്,
വാട്ട് ഡിഡ് ദി ആൻഡ് സീ? ഈ ആൻഡ് എന്താണ് കണ്ടത്? നമുക്ക് നോക്കാം. ദി ആൻഡ് സോ എ ടൈനി മഷ്റൂം. ഈ ഉറുമ്പ് കണ്ടു. സോ എന്ന് പറഞ്ഞാൽ കണ്ടു അല്ലേ? ഉറുമ്പ് കണ്ടു. എന്താ കണ്ടത്? എ ടൈനി. ടൈനി മീൻസ് സ്മോൾ. മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണാണ്. കൂൺ. സോ ഒരു കുഞ്ഞു കൂണ് ഈ ഉറുമ്പ് കണ്ടു. ഹി റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. മഷ്റൂമിൻ്റെ അടുത്തേക്ക് അവൻ ഓടി. റാൻ എന്ന് പറഞ്ഞാൽ ഓടി. റൺ ഓടുക. റാൻ ഓടി. സോ കുഞ്ഞുറുമ്പ് എന്ത് ചെയ്തു? മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടി. ഇവിടെ ടുവേർഡ്സ് എന്ന് കണ്ടോ? ടുവേർഡ്സ് ഒരു ലക്ഷ്യത്തെ അങ്ങോട്ട് പോയി എന്നാണ്. ടു അതിലേക്ക് എന്നുള്ള അർത്ഥമാണ്. സോ മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഉറുമ്പോടി. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. റെഡ് ചുവന്ന കളറായിരുന്നു അത്. ദർ വർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. അതിലിങ്ങനെ മഞ്ഞ സ്പോട്ട് കുത്തുകൾ ഉണ്ടായിരുന്നു. സോ യെല്ലോ മഞ്ഞ കളർ സ്പോട്ടുകൾ അതിൽ ഉണ്ടായിരുന്നു. ഐ ഷാൽ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. ഉറുമ്പ് പറയാ ഞാനിത് ഒരു അംബ്രല്ലയാക്കും. ഐ ഷാൽ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. ഞാനിതൊരു അംബ്രല്ലയാക്കും. ദി ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. ഈ കൂണിന് താഴെ ഇരുന്നു. സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ. ഓക്കെ, എബവ് മുകളിൽ, അണ്ടർ താഴെ. ഇതിന് താഴെ ഇരുന്നു. ചോദ്യമുണ്ട്. ദ മഷ്റൂം ഈസ് ആൻ അംബ്രല്ല ഫോർ ദി ആൻഡ്. ഈ മഷ്റൂം ഒരു അംബ്രല്ലയാണല്ലേ? പിന്നെ ഈസ് ആൻ അംബ്രല്ല ഫോർ ദി ആൻഡ്. വൈ? എന്തുകൊണ്ടാണ് ഇതിന് അംബ്രല്ല ആയത്? ഇപ്പോൾ നമുക്ക് മഷ്റൂമിൻ്റെ അടിയിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കത് അംബ്രല്ലയാക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് ഉറുമ്പിന് കഴിഞ്ഞത്? അപ്പോൾ ഈ കുട്ടിയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ആൻസർ കുട്ടി ചെയ്യും. അപ്പോൾ ശരിക്കും നമുക്ക് പറയേണ്ടത് എന്താണ്? മഷ്റൂം ഈസ് ബിഗ്ഗർ ദാൻ ദി ആൻഡ്, അല്ലെങ്കിൽ ദി ആൻഡ് ഈസ് സ്മോളർ ദാൻ ദി മഷ്റൂം. അങ്ങനെയൊക്കെ പറയാം. പക്ഷേ കുട്ടിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത ഭാഗം. ദ റെയിൻ കെയിം ഡൗൺ ഹെവിലി. മഴ ശക്തിയായിട്ട് വർഷിച്ചു. കെയിം ഡൗൺ താഴേക്ക് വന്നു. ഹെവിലി ശക്തമായിട്ട്. ദി ആൻഡ് സാറ്റ് അണ്ടർ ദ മഷ്റൂം. ആൻഡ് എന്ത് ചെയ്തു? ഉറുമ്പ് ഇരുന്നു. സാറ്റ് അണ്ടർ ദ മഷ്റൂം. മഷ്റൂമിന് താഴെ ഇരുന്നു. ലുക്കിംഗ് അറ്റ് ദ റെയിൻ. മഴയെ നോക്കിക്കൊണ്ട്. ഹി സോ എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റയാണ്. ചിത്രശലഭം. സോ ഒരു പൂമ്പാറ്റയെ അവൻ കണ്ടു. സോ കണ്ടു. ഹെർ വിങ്സ് വേ വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞിട്ടുണ്ട്. വിങ്സ് എന്താണ്? ചിറകുകൾ. സോ വിങ്സ് വെറ്റാണെന്ന് പറഞ്ഞാൽ ചിറകുകൾ നനഞ്ഞിട്ടുണ്ട്. ഹെർ വിങ്സ് വേ വെറ്റ്. ഈ ചിത്രശലഭങ്ങളുടെ ചിറകുകൾ നനഞ്ഞിട്ടുണ്ട്. ദ ബട്ടർഫ്ലൈ കെയിം നിയർ ദ മഷ്റൂം. ആ സമയത്ത് ഈ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, ഈ പൂമ്പാറ്റ, കെയിം നിയർ അടുത്തേക്ക് വന്നു. എന്തിൻ്റെ? ദ മഷ്റൂം. ഈ കൂണിൻ്റെ അടുത്തേക്ക് വന്നു. താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്. വിൽ ദി ആൻഡ് ലെറ്റ് ദ ബട്ടർഫ്ലൈ ഇൻ? അതായത് ഇപ്പോൾ നിലവിൽ ഈ കൂണിന് താഴെ ആൻഡ് ഉറുമ്പാണല്ലോ ഉള്ളത്. ബട്ടർഫ്ലൈ വന്നു കഴിഞ്ഞാൽ അവിടെ സ്പേസ് അവന് കൊടുക്കുമോ? ബട്ടർഫ്ലൈക്ക് നിൽക്കാൻ സ്പേസ് കൊടുക്കുമോ എന്നാണ് ചോദ്യം. കുട്ടിയോട് ചോദിക്കുക. ഇനി ഇവിടെ നോക്കാം. എ ബട്ടർഫ്ലൈ സ്ലോലി കെയിം നിയർ ദ മഷ്റൂം. ബട്ടർഫ്ലൈ എന്ത് ചെയ്തു? പതുക്കെ കെയിം നിയർ ദ മഷ്റൂം. മഷ്റൂമിൻ്റെ അരികിലേക്ക് വന്നു, അടുത്തേക്ക് വന്നു. നിയർ അടുത്തേക്ക് വന്നു. ഐ എം സോ വെറ്റ്. ബട്ടർഫ്ലൈ പറയാം ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ട്. ഐ കാൻഡ് ഫ്ലൈ. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക. കാൻഡ് എന്ന് പറഞ്ഞാൽ കഴിയില്ല. സോ ഐ കാൻഡ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. പ്ലീസ് ലെറ്റ് മീ ഇൻ. ഞാൻ അകത്തേക്ക് വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഉറുമ്പ് ചോദിക്കുക, ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ? എനിക്കെങ്ങനെ നിന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും? ലെറ്റ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറ്റുക. ഞാനെങ്ങനെ നിന്നെ ഇതിനകത്തേക്ക് കയറ്റും കഴിയും? ദർസ് നോ സ്പേസ് ഫോർ യു. നിനക്കിവിടെ എന്തില്ല? ഒരു സ്പേസ്, ഒരു ഒഴിഞ്ഞ ഭാഗമില്ല. സെഡ് ദി ആൻഡ് പറഞ്ഞു. പ്ലീസ് ഐ ഷാൽ സിറ്റ് ക്ലോസ് ടു യു. ക്ലോസ് ഒട്ടിച്ചേർന്ന്, അരികെ, നിന്നേറ്റ് ഒട്ടിച്ചേർന്ന് വളരെ അടുത്ത് ഞാൻ ഇരുന്നോളാം. പ്ലീസ് എന്നെ കയറ്റൂ എന്നാണ് പറയണത്. ദി ബട്ടർഫ്ലൈ സെറ്റ്. ബട്ടർഫ്ലൈ പറഞ്ഞു. ഓക്കെ. ദി ആൻഡ് എഗ്രീഡ്. എഗ്രീഡ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. അങ്ങനെ ഉറുമ്പ് സമ്മതിച്ചു. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. അങ്ങനെ ബട്ടർഫ്ലൈ ഈ കൂണിനടിയിലേക്ക് വന്നു. വീണ്ടും 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നു. ക്യാൻ ദ ബട്ടർഫ്ലൈ
സിറ്റ് അണ്ടർ ദ മഷ്റൂം? മഷ്റൂമിന് താഴെ ഈ ബട്ടർഫ്ലൈക്ക് ഇരിക്കാൻ സാധിക്കുമോ? അതാണ് ചോദ്യം. രണ്ടാമത്തേത് യെസ് എന്നാണ് ആൻസർ. അപ്പുറത്തെ ഭാഗം പോകുന്നതൊക്കെ മനസ്സിലാവും. വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു? സ്പേസ് ഉണ്ടാകുമോ? ഈ രണ്ട് പേർക്കും അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാകുമോ? അതേ എന്ന് തന്നെയാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. യെസ് എന്നാണ്. നോക്കാം നെക്സ്റ്റ് പേജ്. ദി ആൻറ്റ് മൂവ്ഡ് ഓവർ ആൻഡ് മെയ്ഡ് സ്പേസ് ഫോർ ദി ബട്ടർഫ്ലൈ. അപ്പോൾ എന്ത് ചെയ്തു? ആൻറ്റ് മുകളിലേക്ക് അങ്ങ് കയറി, കൂണിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറി. മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടിൻ്റെ മുകളിലേക്ക് കയറി. ആൻഡ് മെയ്ഡ് സ്പേസ് ഫോർ ദ ബട്ടർഫ്ലൈ. മെയ്ഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഉണ്ടാക്കി, ബട്ടർഫ്ലൈക്ക് സ്പേസ് ഉണ്ടാക്കി. ദേ വാച്ച്ഡ് ദ റെയിൻ. അവർ മഴ നോക്കി നിന്നു. വാച്ച്ഡ് ദ റെയിൻ എന്ന് പറഞ്ഞാൽ അവർ മഴ നോക്കി നിന്നു. സഡൻലി, പെട്ടെന്ന്, സംബഡി റാൻ ഇൻ. ആരോ അങ്ങോട്ട് ഓടി വന്നു. റാൻ ഇൻ, അകത്തേക്ക് കയറി വന്നു. ഹൂ വിൽ ബി ദാറ്റ്? ആരായിരിക്കും അത്? കുട്ടികളോട് ചോദിച്ചു നോക്കുക, ആരായിരിക്കും അത്? സ്ക്വീക്ക് സ്ക്വീക്ക് സ്ക്വീക്ക്. എൻ്റെ ശബ്ദമാണ് ആ ജീവിയുടെ. എ മൗസ് കെയിം ദെയർ റണ്ണിങ്. മൗസ്, ഒരു എലി അങ്ങോട്ട് ഓടി വന്നു. ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ. ഞാൻ അകത്തേക്ക് കയറട്ടെ എൻ്റെ കൂട്ടുകാരെ. ഐ ആം വെറ്റ് ഓൾ ഓവർ. ഞാൻ ആകെ വെറ്റ് ആണ്, നനഞ്ഞിട്ടുണ്ട്. വെറ്റ് നേരത്തെ പറഞ്ഞല്ലോ, നനഞ്ഞിട്ടുണ്ട്. ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ? ഞങ്ങൾക്ക് എങ്ങനെയാണ് നിന്നെ ഇതിലേക്ക് കയറ്റാൻ കഴിയുക? ദർ ഇസ് നോ റൂം ഹിയർ. റൂം എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ, അല്ലാതെ നമ്മുടെ വീട്ടിലെ റൂം എന്നുള്ളതല്ല. സ്പേസ് എന്നാണ് അർത്ഥം. ഇവിടെ ഒഴിഞ്ഞ ഭാഗമില്ല. എങ്ങനെയാണ് നിന്നെ ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുക? ദ ബട്ടർഫ്ലൈ സെറ്റ്. ബട്ടർഫ്ലൈ അങ്ങനെ പറഞ്ഞു. ആ സമയത്ത് മൗസ് പറയാം, പ്ലീസ് ഗിവ് മീ സം സ്പേസ്. എനിക്ക് കുറച്ച് സ്പേസ് നൽകൂ. ദ മൗസ് ക്രൈഡ്. മൗസ് പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. The ant and the butterfly sat closer. ആൻറ്റും ബട്ടർഫ്ലൈയും ഒപ്പം ഇരുന്നു, അടുപ്പിച്ചിരുന്നു. അതാണ് സാറ്റ് ക്ലോസർ. ആദ്യം വന്ന ഉറുമ്പ്, പിന്നെ വന്ന ബട്ടർഫ്ലൈയും അടുപ്പിച്ചിരുന്നു. ദ മൗസ് ഓൾസോ ഗോട്ട് ഇൻ. അപ്പോൾ സ്പേസ് ഉണ്ടായി. അപ്പോൾ മൗസും എന്തായി? അതിനകത്തേക്ക് കയറി. ഇനി ചോദ്യം, വിൽ ദ റെയിൻ സ്റ്റോപ്പ്? മഴ നിൽക്കുമോ? ക്യാൻ ദേ ഗോ ഹോം? അവർക്ക് വീട്ടിൽ പോകാൻ സാധിക്കുമോ? So the rain went on even harder. മഴ അങ്ങനെ പെയ്തു, ഒന്നുകൂടെ ശക്തമായിട്ട്. ഈവൻ ഹാർഡർ, കൂടുതൽ ശക്തമായി മഴ പെയ്തു. ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞപ്പോൾ, എ ലിറ്റിൽ സ്പാരോ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറുത് കേട്ടോ. സ്പാരോ കുരുവി, ഒരു കുഞ്ഞു കുരുവി. വാക്ക്ഡ് ടുവേർഡ്സ് ദ മഷ്റൂം. മഷ്റൂമിന് നേരെ വാക്ക്, നടന്നു വന്നു. ക്രൈയിങ്, കരയുന്നുണ്ട് കേട്ടോ. ഷീ കുഡ് നോട്ട് ഫ്ലൈ. അവൾക്ക് പറക്കാൻ കഴിയുന്നില്ല. റെയിൻ ഡ്രോപ്സ് were dripping from her wings. മഴ നനഞ്ഞിട്ടേ റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾ, were dripping, ഉറ്റി വീഴുക. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഉറ്റി വീഴുന്നതിന് എന്താ പറയുക? ഡ്രിപ്പിംഗ്. ഫ്രം ഹെർ വിങ്സ്, അവളുടെ വിങ്സ്, ചിറകുകളിൽ നിന്ന്, അതായത് നമ്മുടെ കുഞ്ഞിക്കുരുവിയുടെ ചിറകുകളിൽ നിന്ന് മഴ കൊണ്ടത് കാരണം മഴത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടോ? വിൽ ദേ ലെറ്റ് ദ സ്പാരോ ഇൻ? ഈ സ്പാരോയെ, കുരുവിയെ അവർ അകത്തേക്ക് പ്രവേശിപ്പിക്കുമോ? നോക്കാം. എ ലിറ്റിൽ സ്പാരോ, ഒരു കുഞ്ഞിക്കുരുവി, ഹോപ്ഡ് അപ്പ്, ചാടി വന്നു. ഇവിടെ ഹോപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടി എന്നാണ് അർത്ഥം. ഹോപ്ഡ് അപ്പ്, ചാടി വന്നു. ടു ദ മഷ്റൂം. ഈ പിന്നെ പക്ഷികളുണ്ടല്ലോ, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാടും അല്ലേ, രണ്ടു കാലം ഇങ്ങനെ ചാടും. സോ അങ്ങനെ ചാടി മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയാം, ഐ എം സോ ടയേർഡ്. ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? ഞാൻ നിങ്ങൾക്കൊപ്പം ഇരിക്കട്ടെ? ദ സ്പാരോ ക്രൈഡ് അലൗഡ്. സ്പാരോ ഉറക്കെ ചോദിക്കുകയാണ്. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ. പക്ഷേ ഇവിടെ റൂമില്ല, സ്പേസ് ഇല്ല. ദ മൗസ് സെഡ്. എലി പറഞ്ഞു, പ്ലീസ് മൂവ് ഓവർ. ഒരല്പം നീങ്ങൂ. ജസ്റ്റ് എ ലിറ്റിൽ, ഒരല്പം. ജസ്റ്റ് എ ലിറ്റിൽ ആണ് അല്പം. ദ സ്പാരോ പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റഡ്, അപേക്ഷിച്ചു. ഒരല്പം നീങ്ങാമോ? ദേ മൂവ്ഡ് ഓവർ. അവരല്പം നീങ്ങി. ആൻഡ് ദർ വാസ് സ്പേസ് ഇനഫ് ഫോർ ദ സ്പാരോ ടു. അങ്ങനെ നീങ്ങിയപ്പോൾ സ്പാരോക്ക് അവിടെ സ്പേസ് ഉണ്ടായി. സോ നെക്സ്റ്റ് പാർട്ട്. ദി ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ് ആൻഡ് ദ സ്പാരോ സാറ്റ് അണ്ടർ ദ മഷ്റൂം. ആരൊക്കെയാണ് ഇപ്പോൾ മഷ്റൂമിന് താഴെ ഇരിക്കുന്നത്? ഉറുമ്പ്, ആൻറ്റുണ്ട്. ബട്ടർഫ്ലൈ,
പൂമ്പാറ്റയുണ്ട്, ദ മൗസ് എലിയുണ്ട്, സ്പാരോ കുരുവിയുണ്ട്, ഇവരെല്ലാം മഷ്റൂമിന് താഴെ ഇരുന്നു. സഡൻലി പെട്ടെന്ന് ദേ ഹേർഡ് എ ലൗഡ് ക്രൈ, വലിയ കരച്ചിൽ കേട്ടു. ദേ സോ എ റാബിറ്റ് റഷിങ് ടുവേർഡ്സ് ദം. റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയലാണത്, നമുക്ക് അറിയാം അല്ലേ. സോ മുയൽ എന്ത് ചെയ്യുന്നു? റഷിങ്, വേഗത കുതിച്ചു വരുന്നുണ്ട്, ഓടി വരികയാണ്. ടുവേർഡ്സ് ദം, ഇവർക്ക് നേരെ. ഹിസ് ഐസ് വർ ഫീൽഡ് വിത്ത് ഫിയർ. ആ മുയലിൻ്റെ കണ്ണുകൾ, ഐസ് കണ്ണുകൾ, ഫീൽഡ് വിത്ത് ഫിയർ, അതിലാകെ ഭയമുണ്ട്, കണ്ണുകളിൽ ഭയം, എന്തിനോ കണ്ട് പേടിച്ച് ഓടി വരിക. ഹി സോഫ്റ്റ് ഫർ, ഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രോമമുണ്ടല്ലോ, ആ രോമം, ആ സോഫ്റ്റ് രോമങ്ങൾ ഹാഡ് പാച്ച്ഡ് ഓഫ് മഡ്, ഹാഡ് പാച്ചസ് ഓഫ് മഡ്. പാച്ചസ് ഓഫ് മഡ് എന്ന് പറഞ്ഞാൽ മഡ് ചെളിയാണ്, ചെളിയുടെ അടയാളം, പാച്ച് അടയാളമാണ്. സോ ചെളിയുടെ അടയാളം, അത് ഓടി വരികയാണല്ലോ, ചെളിയിലൊക്കെ കിടന്നിട്ട് ആകെ മണ്ണിൽ ആയ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ രോമത്തിലൊക്കെ എന്താണ് മണ്ണ് ചെളി വന്നിട്ടുണ്ട്. വൈ വാസ് ദ റാബിറ്റ് ക്രൈയിങ്? എന്തുകൊണ്ടായിരിക്കും റാബിറ്റ് കരയുന്നത്? നോക്കൂ, ആകെ മണ്ണിലാണല്ലേ. സോ എ റാബിറ്റ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. മഷ്റൂമിനടുത്തേക്ക് റാബിറ്റ് ഓടി വന്നു. സേവ് മീ, എന്നെ രക്ഷിക്കൂ, പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കൂ. ഹി ക്രൈഡ്, അവൻ ഉറക്കെ പറയാം. ഓ ഹൈഡ് മീ, എന്നെ ഹൈഡ് ചെയ്യൂ, ഒളിപ്പിക്കൂ എന്നാണ് കേട്ടോ, എന്നെ ഒളിപ്പിക്കൂ. ഹൈഡ് ചെയ്യുന്നതാണ് ഒളിച്ചിരിക്കുക. എ ഫോക്സ് ഈസ് ചേസിങ് മീ. ചേസ് എന്ന് പറഞ്ഞാൽ പിന്നാലെ കൂടുക. ഒരു ഫോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുറുക്കൻ. ചേസിങ്, പിന്നാലെ കൂടുക. സോ ഒരു കുറുക്കൻ എൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് എന്നെ കൊല്ലാൻ, എന്നെ കൊന്ന് തിന്നാൻ. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. ഷിവറിങ്, വിറക്കുക. വിത്ത് ഫിയർ, ഭയം കൊണ്ട് അവൻ വിറക്കാൻ തുടങ്ങി. പുവർ റാബിറ്റ്, പാവം മുയൽ. സെഡ് ദ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ പറഞ്ഞു. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ. നമുക്കൊരല്പം കൂടെ നീങ്ങിയിരിക്കാം, അങ്ങനെയാകുമ്പോൾ അവനെ അകത്തേക്ക് വന്നോളൂ. സെഡ് ദി ആൻഡ് പറഞ്ഞു, ഉറുമ്പ് പറഞ്ഞു. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്? ഇനി ആ വഴി കുറുക്ക വരുമ്പോൾ റാബിറ്റിനെ കാണുമോ? ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുമോ? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്? റാബിറ്റിനെ അവരെങ്ങനെ ഹൈഡ് ചെയ്യും, ഒളിപ്പിച്ച് വെക്കുമോ? നോക്കാം. ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. അപ്പോൾ ഈ മുയലിന് പിന്നാലെ കൂടിയ ഫോക്സ് എന്ത് ചെയ്തു? മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഹാവ് യു സീൻ എ റാബിറ്റ്? റാബിറ്റിനെ നിങ്ങൾ കണ്ടോ? ദ ഫോക്സ് ലുക്ക്ഡ് അറൗണ്ട്. ലുക്ക്ഡ് അറൗണ്ട് മീൻസ് ചുറ്റും നോക്കി. ഫോക്സ് ചുറ്റും നോക്കി. ഒരു റാബിറ്റിനെ നിങ്ങൾ കണ്ടോ എന്ന് അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചു, ഈ ജീവികളോട് ചോദിച്ചു. എ ഫോക്സ് കെയിം റണ്ണിങ് ദേർ. ഒരു ഫോക്സ് അങ്ങോട്ട് ഓടി വന്നു. ഹി റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ്. നല്ല അതിൻ്റെ ഇയേഴ്സ് ഭയങ്കര നല്ല കേൾവി ശക്തിയുള്ള ആ ഇയേഴ്സ് അത് ഉയർത്തി. റേസ്, ഉയർത്തി. അതുകൊണ്ട് കൂർത്തതും അങ്ങൂടെയാണ് കേട്ടോ, കൂർത്ത ഇയേഴ്സ്, അത് ഉയർത്തി. റേസ്ഡ് ആണ് ഉയർത്തി. ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്, അതിന് ചുറ്റും നോക്കി. ദർ ഇസ് എ സ്മെൽ ഓഫ് എ റാബിറ്റ് അറൗണ്ട്. ഇവിടെ ഒരു മുയലിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. ഈസ് ഹി ഹൈഡിങ് ഹിയർ? ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ, മുയൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നീ കുറുക്കൻ ചോദിച്ചു. യു സില്ലി ഫോക്സ്, ഹൗ കെൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ഇവർ ചോദിക്കുകയാണ്, മൗസ് ചോദിക്കുകയാണ്. ഓ സില്ലി ഫോക്സ്, എന്താണ് ഇങ്ങനെ? സില്ലി ആണല്ലോ, ഒരു ബുദ്ധിയില്ലല്ലോ, കഥയില്ലല്ലോ എന്ന് പറയില്ലേ. ഹൗ കെൻ എ റാബിറ്റ് ഹൈഡ്? എങ്ങനെയാണ് ഒരു മുയലിനെ ഹൈഡ് ചെയ്യാൻ, ഒളിച്ചിരിക്കാൻ കഴിയുക? അണ്ടർ എ മഷ്റൂം, ഒരു കൂണിന് താഴെ എങ്ങനെ ഒരു മുയലിനെ കൊള്ളും? ആസ് ദ മൗസ് ചോദിച്ചു. ദർ ഇസ് നോ സ്പേസ് ഹിയർ, ഇവിടെ ഒരു സ്പേസും ഇല്ല. കാണ്ട് യു സീ, നോക്ക്. ആസ്ക്ഡ് ദി ആൻഡ്, ഉറുമ്പ് ചോദിച്ചു. ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്. അപ്പോൾ ഫോക്സ് എന്ത് ചെയ്തു? അതിൻ്റെ മൂക്ക്, അതിൻ്റെ തല ഇങ്ങനെ ഉയർത്തി. ഫ്ലിക്ഡ് ഹിസ് ടെയിൽ, വാലിങ്ങനെ ആട്ടി. ആൻഡ് റാൻ ഓഫ്, എന്നിട്ട് അവിടെ ഓടിപ്പോയി, അത് തെരഞ്ഞു പോയി. വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം? കുട്ടിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഫോക്സ് ഇവർ പറഞ്ഞത് വിശ്വസിക്കുമോ? വിൽ ഹി കം ബാക്ക്? അവൻ തിരിച്ചു വരുമോ? ദ റെയിൻ വാസ് ഓവർ. അങ്ങനെ മഴ അവസാനിച്ചു. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം വന്നു. സൂര്യപ്രകാശം വന്നു എന്നാണ് ആ സെൻറ്റൻസിന് അർത്ഥം. പക്ഷെ അത് പറഞ്ഞത് കുറച്ച് ആലങ്കാരികമായിട്ടാണ്. എന്താ പറഞ്ഞത്? ദ സൺ ലുക്ക്ഡ് ഔട്ട്, സൂര്യൻ പുറത്തേക്ക് നോക്കി. അത് സൂര്യൻ വരുമ്പോൾ സൂര്യൻ പുറത്തേക്ക് നോക്കി. ബിഹൈൻഡ് ദ ക്ലൗഡ്സ് എന്താണ്? മേഘങ്ങളാണ്, കാർമേഘങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്ന് നോക്കി എന്ന് പറഞ്ഞാൽ സൂര്യൻ വന്നു, മഴ പോയി എന്നർത്ഥം.
എവ്രി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. വിത്ത് ജോയ്, സന്തോഷത്തോടെ എല്ലാവരും കെയിം ഔട്ട്, പുറത്തേക്ക് വന്നു. മഷ്റൂം, ഈ പിന്നെ അവർ കുടയായിട്ട് കണ്ട ഈ കൂണിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് വന്നു. ദേ ബിക്കെയിം ഫ്രണ്ട്സ്, അവരങ്ങനെ ഫ്രണ്ട്സായി. വാട്ട് വിൽ ദേ ഡു നൗ, ഇനി അവരെന്താ ചെയ്യുക? ദി ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. ഈ ഉറുമ്പ് അവൻ്റെ ഫ്രണ്ട്സിനെ നോക്കി. അറ്റ് ഫസ്റ്റ്, എന്നിട്ട് ചോദിക്കുക, അറ്റ് ഫസ്റ്റ്, തുടക്കത്തിൽ ദർ വാസ് സ്പേസ് ജസ്റ്റ് ഫോർ മൈ സെൽഫ്, എനിക്ക് മാത്രം ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ, ഉറുമ്പ് പറയാം. ആൻഡ് ദെൻ ഓൾ ഓഫ് us could sit under the mushroom. പക്ഷെ പിന്നെ നമുക്കെല്ലാവർക്കും ഇരിക്കാൻ അവിടെ സ്പേസ് ഉണ്ടായി മഷ്റൂമിന് താഴെ. ഹൗ വാസ് ദിസ് പോസിബിൾ, ഇതെങ്ങനെ പോസിബിളായി? ദി ആൻഡ് വാസ് റിയലി കൺഫ്യൂസ്ഡ്, ആകെ കൺഫ്യൂസ്ഡായി, കൺഫ്യൂഷനായി, അന്തം വിട്ടുപോയി. സംബഡി ലാഫ്റ്റ്, അത് കേട്ടപ്പോൾ ആരും ഒരാൾ ചിരിച്ചു. ലാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു കേട്ടോ. അതെങ്ങനെ വായിക്കുക? ലാഫ്റ്റ്, അവസാനം ട് സൗണ്ടാണ് വരുന്നത്. ലാഫ്റ്റ്, സംബഡി, ആരോ, സംബഡി എന്ന് പറഞ്ഞാൽ ആരോ, ലാഫ്റ്റ്, പൊട്ടിച്ചിരിച്ചു. ലൗഡ്ലി ബിഹൈൻഡ് ദം, ഇവരാരുമല്ല, ഇവർക്ക് പിറകിൽ നിന്നും ആരോ ഒരാൾ പൊട്ടിച്ചിരിച്ചു. സോ ക്വസ്റ്റ്യൻ, ഹു വാസ് ലാഫിങ് അലൗഡ്, ആരാണ് ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നത്? നോക്കാം. They saw a fat green frog. ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടിച്ച, ഗ്രീൻ പച്ച നിറമുള്ള ഫ്രോഗ്, ഒരു തവളയെ അവർ എല്ലാവരും കണ്ടു. ഇറ്റ് വാസ് സിറ്റിംഗ്, അത് ഇരിക്കുകയായിരുന്നു. ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം, കൂണിൻ്റെ മഷ്റൂമിൻ്റെ മുകളിൽ അത് ഇരിക്കുകയായിരുന്നു. ലാഫ്റ്റ് ദ ഫ്രോഗ്, ഫ്രോഗ് വീണ്ടും ഉറക്കെ ചിരിച്ചു. ഷെയ്ക്കിംഗ് ഹിസ് ഹെഡ് അറ്റ് ദം. ഷെയ്ക്കിംഗ് മീൻസ് ഇളക്കി, താലിങ്ങനെ അവർക്കരെ പിന്നെ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ഇളക്കിക്കൊണ്ട് ഉറക്കെ പൊടിച്ചിരിക്കുക. ഡോണ്ട് യു നോ, നിങ്ങൾക്കറിയില്ലേ വാട്ട് ഹാപ്പൻസ് ടു എ മഷ്റൂം ഡ്യൂറിങ് റെയിൻ? നിങ്ങൾക്കറിയില്ലേ വാട്ട് ഹാപ്പൻസ് ടു എ മഷ്റൂം, ഒരു മഷ്റൂമിന് എന്താ സംഭവിക്കുന്നതെന്ന്? ഡ്യൂറിങ് റെയിൻ, മഴയുടെ സമയത്ത്. ഡ്യൂറിങ്, ആ സമയത്ത് എന്നർത്ഥം. സോ ഡ്യൂറിങ് റെയിൻ എന്ന് പറഞ്ഞാൽ റെയിനിൻ്റെ സമയത്ത്. ഡ്യൂറിങ് ഷൈൻ എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ സമയത്ത്. ഓക്കെ. ആൻഡ് ഹി ഹോപ്ഡ് അവേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ തവള ചാടിപ്പോയി. ഹോപ്ഡ് അവേ, ചാടിപ്പോയി. സ്റ്റിൽ ലാഫിങ്, അപ്പോഴും അവൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. വൈ വാസ് ദ ഫ്രോഗ് ലാഫിങ്, എന്തുകൊണ്ടാണ് ഈ ഫ്രോഗ് പൊട്ടിച്ചിരിച്ചത്? ഇവർക്കിത് അറിയില്ല, അതുകൊണ്ടാണ്. ബിക്കോസ് ദേ ഡിഡ് നോട്ട് നോ ദ ഫാക്ട് അബൌട്ട് ദ മഷ്റൂമിനെ കുറിച്ചുള്ള കാര്യം അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. സോ എന്താ അവിടെ സംഭവിച്ചത്? മഴ പെയ്യുമ്പം മഷ്റൂമിനെ ശരിക്കും വെറ്റായ ഒരു പിന്നെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ മഴയത്തത് വളരും, അതാണ് ഉദ്ദേശിക്കുന്നത്. തവളക്കറിയാം, എന്നാൽ ഇവർക്ക് ആർക്കും അറിയില്ല. സോ അത് വളർന്നിട്ടുണ്ടായിരുന്നു. നോക്കാം. ദി ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ്, ദ സ്പാരോ ആൻഡ് ദ റാബിറ്റ് ലുക്ക്ഡ് അറ്റ് വൺ അനദർ. ഇവരെല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. തവള പോയിട്ടോ. സോ ഉറുമ്പ്, ആൻഡ്, ബട്ടർഫ്ലൈ, ഈ പൂമ്പാറ്റ, മൗസ്, എലി, സ്പാരോ, ഈ കുരുവി, ആൻഡ് ദ റാബിറ്റ്, മുയൽ, എല്ലാവരും പരസ്പരം നോക്കി. ലുക്ക്ഡ് അറ്റ് വൺ അനദർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം നോക്കി. ദെൻ, എന്നിട്ടോ, ദേ ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം, അവർ മഷ്റൂമിനെ നോക്കി. ആൻഡ് സഡൻലി, പെട്ടെന്ന്, സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ദേ നോട്ടീസ്ഡ്, അവർ ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിച്ചത്? സംതിങ്, എന്തോന്ന്. ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്, മഷ്റൂം എന്തായിട്ടുണ്ട്? വളർന്നിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു മഷ്റൂം ഡ്യൂറിങ് റെയിൻ? ഡ്യൂറിങ് റെയിൻ, റെയിൻ്റെ സമയത്ത് എന്താ മഷ്റൂമിന് സംഭവിക്കുക? ദ മഷ്റൂം ഗ്രോസ്ഡ് ഡ്യൂറിങ് റെയിൻ, അല്ലേ? മഷ്റൂം വലുതാവും റെയിനിൻ്റെ സമയത്ത്. ഓക്കെ. സോ ഇനി അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, ബണ്ണീസ് അംബ്രല്ല. ബണ്ണീസ് അംബ്രല്ല, ഇതൊരു കവിതയാണ്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ കവിതയാണ് കേട്ടോ. റെയിൻ ഡ്രോപ്സ് ഫോളിങ് ഫ്രം ദ സ്കൈ, മഴത്തുള്ളികൾ. റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ. അപ്പോൾ ഈ ഒരു കഥ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഇവരെല്ലാവരും പിന്നെ എന്താണ് പറയുക, ഹാപ്പിലി ഈ കഥ ഇവിടെ അവസാനിച്ചു. അപ്പോൾ കുറുക്കൻ എന്താണ്, മുയലിനെ കിട്ടിയൊന്നുമില്ല. പിന്നെ ഒരു എന്താ പറയുക, യൂണിറ്റി, സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു തീമായിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ ബണ്ണീസ് അംബ്രല്ല, ബണ്ണി എന്ന് പറഞ്ഞാൽ മുയലിനാണ് കേട്ടോ ബണ്ണി എന്ന് പറയാം. ഇവിടെ മുയലിൻ്റെ അംബ്രല്ല. സോ സെയിം തന്നെ, കൂൺ തന്നെയാണ് അംബ്രല്ല വരുന്നത്. റെയിൻ ഡ്രോപ്സ് ഫോളിങ് ഫ്രം ദ സ്കൈ, ആകാശത്ത് നിന്നും റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾ ഇങ്ങനെ ഫോളിങ്, വീഴാൻ തുടങ്ങി. എ മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ, അപ്പോൾ മഷ്റൂം എന്തായി? സ്റ്റാൻഡിങ് ടോൾ, ഇതാ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആൻഡ് ഡ്രൈ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഭാഗമൊന്നും മഴ കൊള്ളുന്നില്ല. സോ ഡ്രൈ ആണ്, വെറ്റല്ല.
ദ ബണ്ണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ. ആ സമയത്ത് ഒരു ബണ്ണി എന്ന് പറഞ്ഞാൽ ഒരു മുയൽ ഹോപ്സ് ചാടി വന്നു, ആൻഡ് ഹൈഡ്സ് ബിലോ ഒളിച്ചിരുന്നു ബിലോ താഴെ. സേവ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. സേവ് ഫ്രം റെയിനിൽ നിന്നും മഴയിൽ നിന്നും, ആൻഡ് വിൻഡ് കാറ്റിൽ നിന്നും. കാറ്റിങ്ങനെ ബ്ലോസ് അത് വീശുന്നുണ്ട്. വിൻഡ് ബ്ലോസ് എന്ന കാറ്റ് വീശണമൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ സേഫായിട്ട് ഇതിനടിയിൽ വന്നിരുന്നു ഈ മുയൽ. താങ്ക് യു മഷ്റൂം ബിഗ് ആൻഡ് വൈഡ്. മഷ്റൂമിന് നന്ദി പറയാണ് ഈ മുയൽ. താങ്ക് യു മഷ്റൂം ബിഗ് ആൻഡ് വൈഡ്, വലുതാണ് വിശാലമാണ്. യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്, ഒളിച്ചെടുക്കാൻ പറ്റിയ പെർഫെക്റ്റ് സ്പോട്ടാണ് നീ. വിത്ത് എ ഹോപ്പ് ദ ബണ്ണി ഹാസ് ഗോൺ. മഴ നിന്നപ്പോൾ എന്തായി? വിത്ത് എ ഹോപ്പ് ചാടിക്കൊണ്ട് ബണ്ണി ഹാസ് ഗോൺ, ഈ മുയൽ പോയി. ഡ്രൈ ആൻഡ് ഹാപ്പി. ഡ്രൈ എന്ന് പറഞ്ഞാൽ വെറ്റല്ല, അതായത് മഴ നനഞ്ഞിട്ടില്ലല്ലോ, കാരണം ഈ കൂണിനടിയിലാണല്ലോ. ആൻഡ് ഹാപ്പി സന്തോഷത്തോടെ മൂവിങ് ഓൺ മുന്നോട്ട് പോയി. ഒരു കൊച്ചു കവിത ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. സോ ഈ ഒരു യൂണിറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റ് പോയാൽ മതി. ടെക്സ്റ്റ് ബുക്കിലെ മറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.